കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജന്തർ മന്ദറിൽ സമരം തുടർന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. ആരുടെയും ഓഫീസിലേക്കും വീട്ടിലേക്കും ചർച്ചയ്ക്കില്ലെന്ന് CJP നേതാക്കൾ വ്യക്തമാക്കി. അതേസമയം വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കില്ലെന്ന് ഉറപ്പ് ലഭിച്ചാൽ നിരാഹാര സമരം അവസാനിപ്പിക്കാമെന്ന് സോനം വാങ്ചുക് കേന്ദ്രമന്ത്രിമാർക്ക് കത്തയച്ചു. വിസ്മയ പ്രകാശ് ചേരുന്നു വിവരങ്ങളുമായി. വിസ്മയ, ഏതായാലും ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്രം അറിയിക്കുമ്പോഴും ആരുടെയും വീട്ടിലേക്കോ ഓഫീസിലേക്കോ എത്തി ഒരു ചർച്ചയ്ക്കില്ല എന്ന നിലപാട് തന്നെയാണ് CJP സ്വീകരിക്കുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള നടപടി സ്വീകരിക്കൽ, വിദ്യാർത്ഥികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിച്ചാൽ ഈ നിരാഹാര സമരം അവസാനിപ്പിക്കാമെന്ന് സോനം വാങ്ചുക് അറിയിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, സമരം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു പ്രതിഷേധം അവർ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയമാണ് ഇത്തരത്തിൽ സോനം വാങ്ചുക് കേന്ദ്രമന്ത്രിമാർക്ക് ഒരു കത്തയക്കുന്നത്. അതായത് CJP സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെ മുന്നേ പറഞ്ഞിരുന്നു, സോനം വാങ്ചുക്കിനെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമുണ്ട്, വരും യുവതലമുറകൾക്കടക്കം ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹം നിരാഹാര സമരം തുടരേണ്ട എന്നുള്ളൊരു കാര്യം അഭിജിത്ത് ദീപ്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ 21-ാം ദിവസം നിരാഹാര സമരം തുടരുന്ന ആ സമയം തന്നെ സോനം വാങ്ചുക്കിൻ്റെ ആരോഗ്യനില വളരെ മോശമായിരുന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അഭിജിത്ത് ദീപ്കെ നിരാഹാര സമരം അവസാനിപ്പിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ സോനം വാങ്ചുക് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹം നിരാഹാര സമരം നിർത്താൻ തയ്യാറാണ്, പക്ഷെങ്കിൽ കേന്ദ്രമന്ത്രിമാർ ചില കാര്യങ്ങൾ, അതായത് അവർ ഉറപ്പ് നൽകിയ കാര്യങ്ങൾ അത് നടത്തണം എന്നുള്ളൊരു കാര്യമാണ് സോനം വാങ്ചുക് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാർക്ക് കത്തയക്കുകയാണ് ചെയ്തത്. അതായത് ഈ ഒരു നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ അതിൻ്റെ ആ ഒരു വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നുള്ളൊരു കാര്യം ഉറപ്പ് നൽകണം, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളൊരു കാര്യമാണ് ഉറപ്പാണ് നൽകിയിരുന്നത്. എന്നാൽ ആ ഒരു കാര്യം നടപ്പാക്കണം എന്നുള്ളതാണ് സോനം വാങ്ചുക് പറഞ്ഞിട്ടുണ്ടായത്. നീറ്റ് പരീക്ഷ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന ആ ഉറപ്പ് പാലിക്കണം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഉറപ്പ് പാലിക്കുകയാണെങ്കിൽ ഈ ഒരു നിരാഹാര സമരം നിർത്തും എന്നുള്ളൊരു കാര്യമാണ് സോനം വാങ്ചുക് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രക്ഷോഭകർക്ക് നേരെ നടപടി പാടില്ല എന്നുള്ളൊരു കാര്യം കൂടെ സോനം വാങ്ചുക് പറഞ്ഞിട്ടുണ്ട്. ഈ ഉറപ്പുകൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം വീണ്ടും നിരാഹാര സമരം തുടങ്ങും, അല്ലെങ്കിൽ ആ നിരാഹാര സമരം അവസാനിപ്പിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പോലീസ് നടപടി, അതായത് നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ ഒരു വിദ്യാർത്ഥികൾക്ക് നേരെ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും അതുപോലെ തന്നെ വലിച്ചിഴക്കുകയും മർദ്ദിക്കുകയും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ ഡൽഹി പോലീസിനും ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ഹർജിയിൽ ഇവരുടെ മറുപടിക്കായുള്ള ഒരു നോട്ടീസാണ് ഈ ഒരു ഡൽഹി ഹൈക്കോടതി അയച്ചിട്ടുള്ളത്. എന്തായാലും 4 ആഴ്ചക്കുള്ളിൽ മറുപടി നൽകണമെന്നാണ് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഹർജി വീണ്ടും സെപ്റ്റംബർ 21-നാണ് പരിഗണിക്കുക. മാത്രമല്ല ഇതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം സംരക്ഷിക്കണം, അല്ലെങ്കിൽ എടുത്തു വെക്കണം എന്നുള്ളൊരു കാര്യമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പോലീസ് നടപടിയിൽ, അതായത് ഈ വിദ്യാർത്ഥികളുടെ ദേഹത്ത് നിന്നും അതുപോലെ മുഖത്ത് നിന്നും ചോര വരുന്ന അടക്കമുള്ള കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുള്ളൊരു മറുപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ലഭിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. അതുപോലെ തന്നെ ഈ ഒരു പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്ത് ഈ ഡൽഹിയിലെ തന്നെ പ്രധാന മെട്രോ സ്റ്റേഷനുകൾ, അതായത് 16 മെട്രോ സ്റ്റേഷനുകളായിരുന്നു അടച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ മെട്രോ സ്റ്റേഷനുകൾ തുറന്നു എന്നുള്ളൊരു കാര്യമാണ്. ഈ വിദ്യാർത്ഥികളുടെ പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്ത് തന്നെ ഈ ഒരു മെട്രോ സ്റ്റേഷനുകൾ തുറന്നു, അതായത് 16 മെട്രോ സ്റ്റേഷനുകളും തുറന്നു എന്നുള്ളൊരു കാര്യമാണ് പുറത്തു വരുന്നത്. അതുപോലെ രാജീവ് ചൗക്ക്, ലോക് കല്യാൺ മാർഗ്, ITO, സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ഈ ഒരു ഡൽഹി മേഖലയിലെ പ്രധാന സ്റ്റേഷനുകളിലായിരുന്നു നിയന്ത്രണം ഉണ്ടായിരുന്നത്. ആ ഒരു സ്റ്റേഷനുകൾ, ആ 16 മെട്രോ സ്റ്റേഷനുകളും തുറന്ന് അത് സർവീസ് സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഡൽഹി മെട്രോ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മെട്രോ സ്റ്റേഷനുകൾ അടച്ച ആ ഒരു സമയം തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സ്ഥലത്തേക്ക് ജന്തർ മന്ദറിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വളരെ പ്രയാസമായിരുന്നു മെട്രോ സ്റ്റേഷനുകൾ അടച്ചതിനെ തുടർന്ന് ആ ഒരു ജന്തർ മന്ദറിലേക്ക് എത്തിച്ചേരാൻ. എന്തായാലും ആ 16 മെട്രോ സ്റ്റേഷനുകളും ഇപ്പോൾ തുറന്നിട്ടുണ്ടെന്നാണ് ലഭിക്കുന്നത്. എന്തായാലും ഒരു പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്തായിരുന്നു ഇത്തരത്തിൽ ആ മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടുണ്ടായിരുന്നത്.
മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ഒരു ക്രൂരമായ ആക്രമണത്തിൽ ഈ ഒരു കോടതിയിൽ വാദം നടത്തുന്ന സമയം തന്നെ ഈ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ വാദിച്ചത് എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികളെ ഉൾപ്പെടെ ഉപദ്രവിച്ചു, അതുപോലെ തന്നെ അവരുടെ സ്വകാര്യ ഭാഗങ്ങളടക്കം മർദ്ദനമേറ്റു. മാത്രമല്ല ഇതിന് തെളിവായുള്ള 110 വീഡിയോകൾ കൈവശമുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ ഈ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായവർ അഭിഭാഷകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു CCTV ദൃശ്യങ്ങൾ അടക്കമാണ് ഇത്തരത്തിൽ എടുത്തു വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടി കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് തന്നെ 10 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഡൽഹി പോലീസ് തന്നെയാണ് ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് 10 FIRകൾ രജിസ്റ്റർ ചെയ്തത്. ഈ ഒരു പ്രതിഷേധക്കാർക്ക് ഇടയിലുണ്ടായ സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായത്. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ 4 FIRകളും അതുപോലെ തന്നെ കൊണാട്ട് പ്ലേസ് പോലീസ് സ്റ്റേഷനിൽ 3 FIRകളും മറ്റ് പോലീസ് സ്റ്റേഷനുകളായി ഓരോ വീതം FIRകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ ഒരു പ്രതിഷേധം തുടരും തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു നിരാഹാര സമരം ഈ കേന്ദ്ര സർക്കാർ കൊടുത്ത അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർ കൊടുത്ത ഉറപ്പ് പാലിക്കുമെങ്കിൽ നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്നുള്ളൊരു കാര്യം കൂടിയാണ് സോനം വാങ്ചുക് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, വിസ്മയ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ. സംസ്ഥാനത്ത് KSU നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു. എല്ലാ ക്യാമ്പസുകളിലും നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുമെന്ന് KSU അറിയിച്ചു. വെള്ളിയാഴ്ച SFI ദേശീയ തലത്തിൽ പഠിപ്പ് മുടക്കാനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്.